അധ്യാപകൻ കൂടെയായ എ.ജി. ജോർജ് ചേരുന്നുണ്ട്. ശ്രീ എ.ജി. ജോർജ്, താങ്കൾ അധ്യാപകനായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളിലുണ്ടാകുന്ന പരീക്ഷാ പേടി, പരീക്ഷാ സമയത്തുണ്ടാകുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ, മാനസിക ടെൻഷൻ അതൊക്കെ അറിയാമായിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത്? ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? വട്ടിയൂർക്കാവ് മരുതൻകുഴിയിലാണ് +2 വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ദർശനീയം വീട്ടിൽ രതീഷിന്റെ മകൻ. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു ദർശൻ. ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കുട്ടി ആശങ്കാകുലനായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനു പിന്നാലെയാണ് കുട്ടിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. പരീക്ഷാ പേടിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി നിഗമനത്തിലെത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുട്ടി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ എ.ജി. ജോർജ്, കേൾക്കാമോ? കേൾക്കാം. താങ്കൾ അധ്യാപകനായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ പരീക്ഷാ സമയത്തുണ്ടാകുന്ന കുട്ടികളിലെ ഈ മാനസിക ടെൻഷൻ അതെങ്ങനെയാണ് ഈ ഇത്തരത്തിലൊരു ദാരുണ സംഭവത്തിലേക്കൊക്കെ നയിക്കുന്നത്? ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നത് വളരെ ഭീതിജനകമായ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഒരു വിഭാഗം കുട്ടികളിൽ പരീക്ഷ നടക്കുമ്പോൾ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്നത്. ഇത് വളരെ ഗൗരവമായി എടുത്ത് ഈ വിഷയം അഭിസംബോധന ചെയ്തെങ്കിൽ മാത്രമേ ഒരളവ് വരെ പരിഹരിക്കാനായി സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് എന്നതാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കുട്ടികൾ പലപ്പോഴും അവരെ മത്സരത്തിന്റെ ഈ ഗുരുതരാവസ്ഥ അവരിൽ ജനിപ്പിക്കുന്നത് തന്നെ നല്ലൊരു വിഭാഗം രക്ഷകർത്താക്കളുണ്ട്. എപ്പോഴും 1ാം സ്ഥാനമായിരിക്കണം, 100ൽ 100 കിട്ടണം, A+ കിട്ടണം, എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, IAS എന്ന രീതിയിലേക്ക് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു വിഭാഗം രക്ഷകർത്താക്കൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന അപകടകരമായിട്ടുള്ള മാനസിക അവസ്ഥയെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗം രക്ഷകർത്താക്കൾക്ക് അറിവില്ല. ഈ രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു അനാരോഗ്യകരമായിട്ടുള്ള മാനസിക അവസ്ഥയിലേക്ക് സ്വന്തം മക്കളെ പോലും നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. എനിക്കിവിടെ ദീർഘമായി സംസാരിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ തരത്തിൽ മാനസികമായ സമ്മർദ്ദത്തിന് അടിയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ വ്യക്തി എപ്പോഴും ആ മകനെ ചേർത്ത് പിടിക്കുന്ന ഒരു മാനസിക ഘടനയുള്ളയാളായിരിക്കണം. രണ്ടാമതായിട്ട്, ഇങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികളെ ഒരു കാരണവശാലും രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഇരുന്ന് പഠിക്കാനായി അവരെ നിർബന്ധിക്കരുത്, അതിനനുവദിക്കരുത്. ഒരു സമയം കഴിഞ്ഞാൽ അവരെ ഉറങ്ങാനായിട്ട് അവരെ അനുവദിക്കണം, അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കണം. അതുപോലെ തന്നെ അവരോടൊപ്പം ഇരുന്ന് ഒരിക്കലും അവർ ഏതെങ്കിലും മുറിയിൽ, അടച്ചിട്ട മുറിയിലിരുന്ന് സ്വന്തം നിലയിൽ തന്നെ പഠിക്കുന്ന രീതിയിൽ അവരെ ശല്യപ്പെടുത്തണ്ട എന്ന ഒരു സമീപനം വളരെ അപകടകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കഴിയുന്നിടത്തോളം മാതാക്കൾ തുറന്നിട്ട മുറിയിൽ ഇരുന്നുകൊണ്ട് മാത്രമേ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവരെ പഠിക്കാൻ അനുവദിക്കാവൂ. അവരുടെ ശ്രദ്ധ മാറുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ തന്നെ അവരെ കാണത്തക്ക രീതിയിൽ അവർക്ക് അമ്മയോടോ അച്ഛനോടോ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ തുറന്നു പറയുന്ന രീതിയിലേക്ക് ഒരു സൗഹൃദ ബന്ധവും സൃഷ്ടിക്കണം. ഇതൊക്കെ വളരെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന മരുതൻകുഴി തിരുവനന്തപുരത്ത് നടന്ന ഒരു ആത്മഹത്യ എന്ന് പറയുന്ന അവൻ പറഞ്ഞിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് അവൻ സ്വയം ആശങ്കപ്പെടുകയാണ്. അപ്പോൾ സ്വയം ആശങ്കപ്പെടുന്ന ഒരു പ്രകൃതം കാണുമ്പോൾ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അവന്റെ മൂത്ത സഹോദരനോ പോയി അവന്റെ അടുത്ത് ചെന്ന്, മോനെ നീ ഭയപ്പെടേണ്ട, നിനക്ക് ആശങ്ക വേണ്ട, നീ പേടിക്കണ്ട, ഒരു മാർക്ക് കുറഞ്ഞാലും ഒരു വിഷമവും വേണ്ട, അതുകൊണ്ട് നീ പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസത്തോടി പോകണം എന്ന് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാൻ കഴിയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ തരം ആത്മഹത്യയിൽ നിന്ന് 99% വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്,
അധ്യാപകരുടെ റോളും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അധ്യാപകർ കുട്ടികളുടെ സ്വഭാവ മാറ്റം നന്നായി തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. അവർക്ക് പക്ഷേ ഉള്ള പ്രശ്നം പകൽ സമയത്ത് മാത്രമേ വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം ഉള്ളൂ. രാത്രി സമയങ്ങളിൽ മറ്റും കുട്ടികൾ ഈ അമ്മ അച്ഛനോട് ചേർന്നാണ് ഇരിക്കുന്നത്, വീട്ടിലാണ്. അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്ക് സ്കൂളിൽ വെച്ച് ഗുണദോഷിക്കാൻ സാധിക്കും. ഒരളവ് വരെ സ്വഭാവ മാറ്റം കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിച്ച് നീ നിരാശപ്പെടേണ്ട, നിനക്ക് വിഷമിക്കേണ്ട, നീ അങ്ങനെയൊന്നും വലിയ കഷ്ടത അനുഭവിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നിനക്ക് ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാനുള്ള അറിവ് പറ്റും നിനക്കുണ്ട്, നീ അതുകൊണ്ട് ശാന്തമായി ഏകാഗ്രതയോടെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ അവളെ സ്വാതന്ത്ര്യപ്പെടുത്താൻ അധ്യാപകർക്ക് ഒരളവ് വരെ സാധിക്കും. അതിന് നല്ല അധ്യാപകർ ഒരളവ് വരെ ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു അധ്യാപകനായി എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ രാത്രി സമയങ്ങളാണ് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതി. കാരണം ഈ കുട്ടികളുടെ മനസ്സ് വല്ലാതെ പതറാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ രാത്രിയിൽ, പരീക്ഷയുടെ തലേ രാത്രി. അവിടെയാണ് ഞാൻ പറഞ്ഞ മാതാപിതാക്കളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് മാതാവിന്റെ ശ്രദ്ധ, അമ്മയുടെ ശ്രദ്ധ വളരെ ഉണ്ടാകണം. ഒരു കാരണവശാലും അടച്ചിട്ട മുറികളിൽ ഇരുന്ന് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കരുത്. തുറന്നിട്ട മുറി തന്നെ ആയിരിക്കണം. എന്നാൽ അവർക്ക് ഏകാഗ്രത നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം വീട്ടിൽ ഒരുക്കി കൊടുക്കണം. അവൻ കിടന്നുറങ്ങിയതിന് ശേഷം മാത്രമേ അമ്മ കിടന്നുറങ്ങാനായി പോകാൻ പാടുള്ളൂ. ആ തരത്തിൽ വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ കുട്ടികളെ കരുതാൻ കഴിയുന്ന അമ്മമാരോ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം നല്ല ഒരളവ് വരെ കുറയ്ക്കാനായി സാധിക്കും. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരുതരം ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്. കൗൺസിലേഴ്സൊക്കെ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അമ്മയും അച്ഛനും വീട്ടിലെ സഹോദരങ്ങളും ചേർത്ത് നിർത്തുന്ന ഭവനങ്ങളാണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് മാനസികമായി ഒരുപാട് ആശ്വാസം ലഭിക്കും. ആ തരത്തിലേക്ക് ഒരു സാമൂഹിക പരിവർത്തനം അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനോഘടന, കുടുംബത്തിലെ രക്ഷിതാക്കളുടെ മനോഘടനയിലാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ട് കുട്ടിയെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കുട്ടികളുടെ മേൽ അമിതമായ സമ്മർദ്ദം, മത്സരബോധം ഉണ്ടാക്കാതിരിക്കാൻ മാതാപിതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കണം, സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കണം. 15, 16, 17 വയസ്സെന്നൊക്കെ പറയുന്നത് വല്ലാതെ പരീക്ഷണ കാലഘട്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ നിർണായകമായ ഒരു പങ്ക് ഈ കാര്യത്തിൽ വഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരളവ് വരെ ഇത് ശമിപ്പിക്കാനായി സാധിക്കും. അധ്യാപകരും തീർച്ചയായും അവരവരുടേതായ റോള്, പരീക്ഷയ്ക്ക് വരുമ്പോൾ അവൻ സ്വഭാവം, അവൻ വളരെ വല്ലാതെ വിഷണ്ണനാണെങ്കിൽ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തി, മോളെ നീ അങ്ങനെ വിഷമിക്കേണ്ട, നീ പഠിച്ചത് ഭംഗിയായിട്ട് എഴുതാൻ ശ്രമിക്ക്, മാർക്ക് കിട്ടും എന്നൊക്കെ ചില സാന്ത്വന വാക്കുകളും ഒക്കെ പറഞ്ഞ് അധ്യാപകരും ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥിതിവിശേഷം നല്ലൊരു മാറ്റം ഉണ്ടാകും എന്നാണ് ഒരു രക്ഷകർത്താവ് എന്ന രീതിയിലും ഒരു അധ്യാപകൻ എന്ന രീതിയിലും എനിക്കിതേക്കുറിച്ച് പറയാനായിട്ടുള്ളത്. കടുത്ത മത്സരബോധം സൃഷ്ടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ നയിക്കരുത്. അവരെ സ്വാതന്ത്ര്യപ്പെടുത്തണം. മത്സരിക്കാനുള്ള സമയത്ത് മത്സരിക്കാൻ അവർക്ക് മാനസികമായ പക്വത ലഭിക്കും. ആ തരത്തിൽ എപ്പോഴും സൃഷ്ടിപരമായ ക്രിയാത്മകമായ ഒരു സമീപനമായിരിക്കണം മാതാപിതാക്കൾ സ്വന്തം വീടുകളിൽ പുലർത്തേണ്ടത്. അടച്ചിട്ട മുറികളിൽ നിന്ന് 15, 16, 17 വയസ്സുള്ള കുട്ടികൾ, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത്. തുറന്നിട്ട മുറിയിൽ തന്നെ ഇരുത്തണം. അതുപോലെ തന്നെ മൊബൈല്, ലാപ്ടോപ്പ് തുടങ്ങിയത് കഴിയുന്നിടത്തോളം അത് പഠിക്കുന്ന സമയത്ത് മാറ്റിവെക്കാൻ ശ്രമിക്കണം. അവൻ ബന്ധപ്പെടുന്നത് ആരുമായിട്ടാണ് എന്നുള്ളത് അറിയാൻ കൂടി നിങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനായിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.